കർക്കടകം രാശിയിൽ ഉൾപ്പെടുന്ന പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയും ദേവത ബൃഹസ്പതിയുമാണ്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം പൂയം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ സവിശേഷമായ ഒരു മിശ്രണം സൃഷ്ടിക്കുന്നു. ശനി അവർക്ക് അച്ചടക്കവും കഠിനാധ്വാനവും നൽകുമ്പോൾ ബൃഹസ്പതി ജ്ഞാനവും ആത്മീയതയും ധാർമ്മിക ബോധവും പ്രദാനം ചെയ്യുന്നു. താമരയും പശുവിന്റെ അകിടുമാണ് പൂയം നക്ഷത്രത്തിന്റെ ചിഹ്നങ്ങൾ. ഇവ രണ്ടും പോഷണത്തെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. ഈ നക്ഷത്രം പൊതുവെ ശുഭകാര്യങ്ങൾക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. എങ്കിലും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം ഗുണദോഷ സമ്മിശ്രമാണ്. അവരുടെ സ്വഭാവത്തിലെ സങ്കീർണതകളും ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവങ്ങളും വിശദമായി പരിശോധിക്കാം. പൂയം നക്ഷത്രക്കാർ പൊതുവെ സങ്കീർണമായ വ്യക്തിത്വത്തിനുടമകളാണ്. അവരിൽ ഒരേ സമയം ആകർഷകവും വൈരുദ്ധ്യാത്മകവുമായ സ്വഭാവങ്ങൾ സമ്മേളിക്കുന്നു. പൂയം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അവരുടെ അസാമാന്യമായ ബുദ്ധിശക്തിയും ഉയർന്ന തലത്തിലുള്ള പൊതുവിജ്ഞാനവുമാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നേടുന്നതിനേക്കാൾ അറിവ് അവർ സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയെടുക്കും. ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും സംവാദങ്ങളിൽ ഏർപ്പെടാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവർക്ക് ആഴത്തിലുള്ള ഈശ്വരവിശ്വാസവും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും ഉണ്ടാകും. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്ന പ്രകൃതക്കാരാണ് ഇവരുടേത്. നിയമങ്ങൾ പാലിച്ച് ധാർമ്മികമായ വഴികളിലൂടെ ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. സത്യസന്ധതയും സദ്ഗുണവും ഇവരുടെ മുഖമുദ്രയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും ഇവർ എപ്പോഴും തയ്യാറായിരിക്കും. കാരുണ്യവും ദയയും ഇവരുടെ കൂടപ്പിറപ്പാണ്. തെറ്റ് ചെയ്യുന്നവരോട് മുഖം നോക്കാതെ പ്രതികരിക്കുകയും ശിക്ഷ നൽകാൻ മടിക്കാത്തവരുമാണ് ഇവർ. ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യനിഷ്ഠയോടെയും കാര്യക്ഷമതയോടെയും ചെയ്തു തീർക്കുന്നതിൽ ഇവർ മിടുക്കരാണ്. പരാജയങ്ങളിൽ തളരാതെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ലക്ഷ്യത്തിലെത്താനുള്ള ആത്മധൈര്യം ഇവർക്കുണ്ട്. സ്വന്തം പ്രയത്നത്തിലൂടെയാണ് ഇവർ ജീവിതത്തിൽ ഉയർച്ച നേടുന്നത്. ഇവർക്ക് സ്വന്തം വീടിനോടും അമ്മയോടും പ്രത്യേക മമതയുണ്ടാകും. ഗ്രഹാതുരത്വം ഇവരുടെ പ്രത്യേകതയാണ്. അതിനാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഇവർക്ക് പൊതുവെ പ്രയാസമാണ്. കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കും. നന്നായി സംസാരിക്കാനുള്ള കഴിവ് ഇവരുടെ ഏറ്റവും വലിയ ഗുണമാണ്. ഇവരുടെ സംഭാഷണം മറ്റുള്ളവരെ ആകർഷിക്കുന്നതായിരിക്കും. ഈ കഴിവ് സാമൂഹിക ജീവിതത്തിലും തൊഴിൽ രംഗത്തും ഇവർക്ക് സഹായകരമാകും. ആഡംബരങ്ങളോട് താല്പര്യമുണ്ടെങ്കിലും മറ്റുള്ളവർ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ലളിതമായ ജീവിതം നയിക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. മനസ്സിന് ബലം കുറവായതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ അസ്വസ്ഥരാകും. മറ്റുള്ളവരുടെ വാക്കുകൾ ഇവരെ എളുപ്പത്തിൽ മുറിവേൽപ്പിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പലപ്പോഴും ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട്. എന്നാൽ ദേഷ്യം അധിക നേരം നീണ്ടു നിൽക്കില്ല. ഈ എടുത്തുചാട്ടം ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കാൻ കാരണമായേക്കാം. മറ്റുള്ളവർ പുകഴ്ത്തുന്നത് ഇവർക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ വിമർശനങ്ങൾ സഹിക്കാൻ ഇവർക്കൊട്ടും കഴിയില്ല. ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ ഇവർ മാനസികമായി തളർന്നു പോയേക്കാം. ചില സമയങ്ങളിൽ സ്വന്തം ലാഭനഷ്ടങ്ങൾ കണക്കാക്കി പ്രവർത്തിക്കുന്ന ശീലം ഇവർക്കുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹം നടിക്കാനും സംസാരിക്കാനും ഇവർക്ക് കഴിയും. ഈ സ്വഭാവം ചിലപ്പോൾ പരാജയങ്ങൾക്കും കാരണമാകാറുണ്ട്. പങ്കാളിയെ ഉൾപ്പെടെ മറ്റുള്ളവരെ സംശയിക്കുന്ന ഒരു സ്വഭാവം ചിലരിൽ കണ്ടുവരുന്നു. ഇത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇവർ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ദുർനടപ്പിന് ഇവർ എളുപ്പത്തിൽ ഇരയാകാം. മറ്റൊരാളുടെ അധികാരത്തിനോ മേൽക്കോയ്മയ്ക്കോ കീഴിൽ നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. ഈ സ്വതന്ത്ര സ്വഭാവം ചിലപ്പോൾ മേലധികാരികളുമായി പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. പൂയം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ചില സവിശേഷ സ്വഭാവങ്ങളുണ്ട്. അവർ ഉയർന്ന ബുദ്ധിശക്തിയും മതപരമായ ചിന്താഗതിയും ഉള്ളവരായിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള കഴിവ് ഇവർക്കുണ്ട്. മികച്ച സംവാദകരായ ഇവർക്ക് സ്വന്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടായിരിക്കും. എങ്കിലും ഇവർ ചില സമയങ്ങളിൽ ആത്മകേന്ദ്രീകൃതരായി കാണപ്പെടാം. തങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിന്റെ ആത്മാർത്ഥത മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് പരിശ്രമിക്കേണ്ടി വരും. ഇവർക്ക് തങ്ങളെയും കുടുംബത്തെയും കുറിച്ച് വ്യക്തവും കർക്കശവുമായ ചില ധാരണകളുണ്ട്. പുറമേക്ക് ശാന്തരും പോസിറ്റീവുമായി കാണുമെങ്കിലും ഉള്ളിൽ നെഗറ്റീവ് ചിന്താഗതികൾ കൊണ്ടു നടക്കുന്നവരുമായിരിക്കാം. കുടുംബജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. പങ്കാളിയെ തെറ്റിദ്ധരിക്കാനോ പങ്കാളിയാൽ തെറ്റിദ്ധരിക്കപ്പെടാനോ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായി വീടും കുടുംബവും വിട്ട് ദൂരെ താമസിക്കേണ്ടി വരാം. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവർ അതീവ ശ്രദ്ധ പുലർത്തണം. സ്വന്തം പ്രയത്നത്തിലൂടെയാണ് ഇവർ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നത്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ മൃദുല സ്വഭാവികളും ശാന്തരുമായിരിക്കും. എന്നാൽ ചിലരിൽ കർക്കശമായ സ്വഭാവവും കാണാറുണ്ട്. അവർ അച്ചടക്കവും സത്യസന്ധതയും ഭർത്തൃഭക്തിയും ഉള്ളവരായിരിക്കും. മുതിർന്നവരോട് ബഹുമാനത്തോടെ പെരുമാറുന്ന ഇവർ കുടുംബത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പരിപാലിക്കുന്നവരാണ്. ആവശ്യമായ പ്രോത്സാഹനം ലഭിച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ കഴിയും. എങ്കിലും ഇവരുടെ ജീവിതം അത്ര സുഗമമായിരിക്കില്ല. നല്ല സ്വഭാവത്തിനുടമകളായിരുന്നിട്ടും പലപ്പോഴും തിരികെ ലഭിക്കുന്നത് ദുരിതങ്ങളും അവഗണനയുമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കുടുംബത്തിൽ കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. ഭർത്താവിന്റെ സംശയദൃഷ്ടിക്ക് ഇരയാകാനും സാധ്യതയുണ്ട്. എടുത്തുചാട്ട സ്വഭാവം ഇവരുടെ ദാമ്പത്യ സുഖം കുറയ്ക്കാൻ കാരണമായേക്കാം. പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ നോക്കുമ്പോൾ
യൗവനകാലത്ത് പൊതുവെ ഗുണകരമാണ്. വിദ്യാഭ്യാസം മെച്ചപ്പെടും, ആരോഗ്യം മെച്ചപ്പെടും. ഈ സമയത്ത് ജോലിയും വരുമാനവും ഉണ്ടാവുകയും കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കായി പ്രയത്നിക്കുകയും ചെയ്യും. 29 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. സാമ്പത്തികമായി മെച്ചപ്പെടുമെങ്കിലും പെട്ടെന്നുള്ള രോഗങ്ങൾക്കോ അപകടങ്ങൾക്കോ സാധ്യതയുണ്ട്. അടുത്ത ബന്ധുക്കളുടെ വിയോഗം മൂലം മനക്ലേശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. 36 വയസ്സിന് ശേഷം ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകാൻ തുടങ്ങും. 56 വയസ്സുവരെ ജീവിതം സൗഭാഗ്യപൂർണമായിരിക്കും. ജനിച്ച വീട്ടിൽ നിന്ന് മാറി താമസിക്കാനും പുതിയ സൗകര്യങ്ങൾ നേടിയെടുക്കാനും ഈ കാലത്ത് യോഗമുണ്ട്. പൂയം നക്ഷത്രക്കാർക്ക് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും. ഇവരുടെ സ്വഭാവ സവിശേഷതകൾക്ക് അനുയോജ്യമായ ചില മേഖലകൾ നോക്കാം. ഇവരുടെ അച്ചടക്കവും നീതിബോധവും ജഡ്ജി, സുരക്ഷാ ഉദ്യോഗസ്ഥൻ, ജയിൽ ഉദ്യോഗസ്ഥൻ തുടങ്ങിയ ജോലികൾക്ക് അനുയോജ്യമാണ്. ഖനനം, പെട്രോളിയം വ്യവസായം, വനം വകുപ്പ്, കൃഷി, ജിയോളജി തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട്. അധ്യാപനം, കൗൺസിലിംഗ്, സൈക്കോളജി, ശിശുപരിപാലനം, സാമൂഹിക സേവനം, മതപ്രഭാഷണം എന്നിവ ഇവരുടെ കരുണാർദ്രമായ സ്വഭാവത്തിന് ഇണങ്ങിയതാണ്.